കോഴിക്കോട് മിനിഞ്ഞാന്ന് നടന്ന ആദർശ സമ്മേളനത്തിൻ്റെ ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാര്യമായിട്ട് പ്രചരിപ്പിക്കുന്നൊരു കാര്യം ആരിസ് മൊലയുടെ പ്രസംഗത്തെ സംബന്ധിച്ചാണ്. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്താണെന്ന് തൗഹീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന തൗഹീദിന്റെ ആളുകളെന്ന് പറയുന്ന നിങ്ങൾ പറയൂ ജനങ്ങളോട്. അത് പറയാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ. അതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ജിന്നെങ്കിൽ ജിന്നെ ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ആരും വിളിക്കണ്ടല്ലോ. ജിന്ന് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ പോലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തു നിന്ന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചാൽ തന്നെ ശിർക്കിലായി. എത്ര ഗൗരവമുണ്ട് അത് പറയണ്ടേ? തൗഹീദും ശിർക്കും വേർതിരിയുന്നതിന്റെ അഭിപ്രായം പറയണ്ടേ നിങ്ങൾ തൗഹീദിന്റെ ആളുകളാണെങ്കിൽ? അതല്ല ഇപ്പുറത്താണെന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾ പറയേണ്ടി വരും. എന്തൊക്കെ ഞങ്ങൾ പറഞ്ഞോ അത് മുഴുവൻ നിങ്ങൾ പറയേണ്ടി വരും. അത് മാത്രം തീരുമാനമാക്കിയാൽ മതി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പറഞ്ഞത് മുഴുവനും നിങ്ങളത് തീരുമാനമാക്കാത്തതിന്റെ പേരിൽ മാത്രമാണ്. ഇപ്പോഴും തീരുമാനമല്ല. ആളുകൾക്ക് കിതാബ് വെച്ച് ക്ലിപ്പ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നവർക്ക് ഒരു വരി പറയാൻ ഇനി സാധിക്കട്ടെ. ഞാൻ പറഞ്ഞത് നമ്മളോട് ഇങ്ങനെ ആവർത്തി ചോദിക്കുന്ന ആളുകൾ ഇനി ചോദിക്കേണ്ടത്, നമ്മൾ എല്ലാവരും ചോദിക്കേണ്ടത്, ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്താണോ ഇപ്പുറത്താണോ എന്ന് നിങ്ങൾ തീരുമാനമാക്കണമെന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. ആരിസ് സലീമിന്റെ വിവരക്കേടിന് മറുപടി എന്നുള്ള രൂപത്തിൽ ഒരു ചെറിയൊരു കുറിപ്പുണ്ട്. ജിന്ന് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണോ ഇപ്പുറമാണോ എന്നാണ് ചോദ്യം. മനുഷ്യൻ നരകത്തിലെത്താനുള്ള കാര്യങ്ങളിൽ ചിലത് ചെയ്യാൻ പിശാചിന് അള്ളാഹു കഴിവ് നൽകി എന്നല്ലാതെ ഒരു ജിന്നിനും മനുഷ്യനെ അനുവദനീയമായ കാര്യങ്ങളിൽ സഹായിക്കാൻ അള്ളാഹു കാര്യകാരണ ബന്ധം നിശ്ചയിച്ചിട്ടില്ല. മനുഷ്യന്റെ വിളിക്കുത്തരം ചെയ്ത് സഹായിക്കാൻ മലക്കിനും അള്ളാഹു കഴിവ് നൽകിയിട്ടില്ല. നൽകിയിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ വിളിക്കൽ അനുവദനീയമായി. കാരണം അള്ളാഹു ഹറാമായ കാര്യത്തിന് മലക്കിനെ നിശ്ചയിച്ചിട്ടില്ല എങ്കിൽ ഷിർക്കുമാണ്. ഹറാം എന്നൊരു വിധി കിട്ടില്ല. അതാണ് അതൊരു മഹാജഹാലത്താണ്. അങ്ങേയറ്റത്തെ വിവരക്കേടാണ് ആ ഒരു കുറിപ്പ് എന്നുള്ളത്. ഒന്ന് ഹറാമായ കാര്യത്തിൽ അല്ല മലക്കളെ പറഞ്ഞേക്കൂല എന്ന് നമ്മളെ ഒരു അസ്ല് വെച്ച് പറയാൻ പറ്റൂല. അല്ല പറഞ്ഞയച്ചാൽ പിന്നെ ഹറാമില്ലല്ലോ. അല്ല പറഞ്ഞയച്ചാൽ ഹറാമുണ്ടോ? ഇല്ല. അത് നമുക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ല മലക്കളോട് പറഞ്ഞു. അപ്പൊ സുജൂദ് ചെയ്യാൻ ശിർക്കല്ലേ? അവിടെ സുജൂദ് ചെയ്യാൻ പറ്റുമോ വെച്ചാലോ? അല്ല കൽപ്പിച്ചാണ്, പിന്നെ ശിർക്കില്ല. അല്ല ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ഇല്ല. സിഹിർ പഠിപ്പിക്കാൻ അല്ല മലക്കളെ പറഞ്ഞയച്ചു. സിഹിർ ചെയ്യാൻ പാടുണ്ടോ? സിഹിർ ചെയ്യാൻ പാടില്ലല്ലോ. സൂറത്ത് ബഖറ 102 ആയത്ത് വമാ ഉൻസിലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. അല്ലാഹുവിന്റെ മലക്കുകളെ പറഞ്ഞയച്ചു. ഹാറൂത്ത് മാറൂത്ത് എന്തിനാ പറഞ്ഞയച്ചത്? ബാബിലോണിയയിൽ വന്ന് ആളുകൾക്ക് സിഹിർ പഠിപ്പിച്ചു കൊടുക്കുന്നു. എന്തിന്? പരീക്ഷിക്കാൻ. ഓൻ ഈ സിഹിർ പഠിക്കാൻ പറ്റുന്നുണ്ടോ, ഓൻ ഇതിന് തയ്യാറാകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകളെ പറഞ്ഞയച്ചാണ്. ഇന്ന് ആരെയും പഠിക്കാൻ വന്നാൽ ആ മലക്ക് പറയും ഇത് കുഫ്റാണ്, കാഫിറാണ്, പണിയാണ്, ഇതിന് വരണ്ടാന്ന്. അതിനെ മറികടന്ന് ഒരുത്തം പഠിക്കാൻ വന്നാലോ അവനെ പഠിപ്പിച്ചു കൊടുക്കും. അത് അല്ല വെച്ച പരീക്ഷണമായിരുന്നു. അപ്പൊ ഒരു കുഫ്ര ചെയ്യാൻ അല്ല മലക്കിനെ പറഞ്ഞേക്കൂല എന്ന് പറയാൻ പറ്റുമോ? അത് മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി അല്ല വെച്ചോ. അല്ലാഹു തആല പലതരം പരീക്ഷകൾ വെക്കും. ഹറാമായ സംഗതി കൊണ്ട് അല്ല പരീക്ഷിക്കും. ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇസ്രായേൽ മക്കളോട്. അല്ല പരീക്ഷിച്ചത് എങ്ങനെയാണ്? അന്ന് ചെന്ന് നോക്കുമ്പോൾ ഇഷ്ടംപോലെ മത്സ്യം വരാം. അന്ന് മത്സ്യം പിടിക്കൽ ഹറാം, പക്ഷെ അതിന് അവസരം കൊടുത്തുള്ള പരീക്ഷിച്ചു. ഇഹ്റാമിൽ കയറി കഴിഞ്ഞാൽ വേട്ടയാടാൻ പാടില്ല എന്നല്ല പറഞ്ഞു, ഹറാമാണ്. പക്ഷേ ഇഹ്റാമിൽ കയറിയവനെ വേട്ട മൃഗത്തെ കൊണ്ട് നാം പരീക്ഷിക്കും എന്നല്ല ഖുർആനിൽ പറഞ്ഞു. സഹാബിയൊക്കെ ഉണ്ടായത് ഇഹ്റാമിനെ കയറി ഇപ്പോൾ വേട്ടമൃഗമൊക്കെ പാടിങ്ങനെ പേര് കയ്യോണ്ട് ഇങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ മുന്നിൽ കൂടി പാഞ്ഞെടുക്കുക. പക്ഷെ പിടിക്കാൻ പാടില്ല. അപ്പോൾ പിടിക്കുമല്ലേ എന്നല്ല, പരീക്ഷിക്കാണ്. സൂറത്ത് ബഖറ 102 ആയത്തെ വിശദീകരണത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഈ ഉദാഹരണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ന്യായമേ ശരിയല്ല. പിന്നെ വിളിച്ചാൽ വിളി കേട്ട് സഹായിക്കാൻ കഴിയുമോ? നേരത്തെ പറഞ്ഞ് എനിക്ക് വാദമാണ്. അത് മനുഷ്യന്മാർക്ക് കഴിയോ? ആ വിളി കേൾക്കുന്ന പരിധിയിലുണ്ടെങ്കിൽ, ഓരെ കേൾക്കാൻ പറ്റുമെങ്കിൽ, ഓരെ അറിയാൻ പറ്റുമെങ്കിൽ, ഓരെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതിൽ മനുഷ്യന്മാർക്കുള്ളൂ. അതിനപ്പുറത്തല്ലല്ലോ. അതിനെ ജിന്നിനുള്ളൂ, അതിനപ്പുറത്ത് ജിന്നിനുമില്ല. അപ്പൊ അതൊക്കെ വെറുതെ ഓരോരോ യുക്തി ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ വിളിച്ചാൽ വിളി കേട്ടുത്തരം ചെയ്യാനുള്ള കഴിവുണ്ടോന്ന്? അങ്ങനെ കഴിവ് ആർക്കില്ല. മനുഷ്യന്മാർക്കുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, ഒന്നിനുമില്ല. എന്നാൽ ആ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒരു മനുഷ്യനുണ്ടെങ്കിലോ ചിലപ്പം കേൾക്കും, കേൾക്കാത്ത പോലെയോട് പോകും. ചിലപ്പോൾ കേൾക്കും, കേൾക്കാത്ത പോലെ പോകും. കഴിവില്ലാത്തതുകൊണ്ടാണോ? കഴിവൊക്കെ ഉണ്ടോ? കേട്ടിട്ടുണ്ട്, പക്ഷെ ഓ മൈൻഡ് ചെയ്യാതെ ഓണ്ട് പോയി. ചിലപ്പോൾ കേട്ടു, സഹായിച്ചു, പക്ഷെ ആ സഹായം ഉപകാരത്തിൽപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടാവൂലേ? ഒരു വണ്ടി ആക്സിഡന്റ് ആയി, നേരം കെട്ടി വണ്ടി ചെന്നിട്ട് ഓരെടുത്ത് വണ്ടി കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ ഓൻ മരിച്ചു. ഓൻ വന്നു സഹായിച്ചു, പക്ഷെ ആ സഹായം കൊണ്ട് പ്രയോജനമുണ്ടായില്ല. ഇതൊരു വ്യവസ്ഥയാണ്.
ഇത്തരം വ്യവസ്ഥകൾ ജിന്നുകൾക്കുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ഭൂമി താമസിക്കുന്നത്, ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഒരു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, ഓടുന്നുണ്ട്, ഒരു ജീവിതത്തിൻ്റെ എല്ലാ രീതികളും അവർക്ക് അത് വെച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്മാരുമായി ഇടപഴകാനോ അല്ലാതെ ചില മറകളെ നിശ്ചയിച്ചു. ആ മറ ഒരു ഭേദിക്കൂല. പിന്നെ മറ ഭേദിക്കുമാര് പിശാചുക്കൾ. അല്ലാതെ നിയമം പാലിക്കൂല, ഒരു ഭേദിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു സാധനം സഹായിക്കുന്നത്, ജോലിസ്ഥനെ സഹായിക്കുന്നത്, അതേപോലെ രംഗത്തൊക്കെ ഒരു സഹായം. ഇപ്പൊ ബദറിൽ വന്നു, ബദറിൽ മലക്കിറങ്ങി മുസ്ലിമീങ്ങളെ സഹായിക്കാൻ. ബദറിൽ ഇബ്ലീസ് ഇറങ്ങി എന്തിന്? മുസ്ലിങ്ങളെ ധൈര്യം കൊടുക്കാൻ. ബദറിൽ ഇബ്ലീസ് വന്നല്ലോ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. ഇബ്ലീസ് വന്നു, മനുഷ്യരൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു ഒരു ബേജാറും വേണ്ട, എൻ്റെ ടീം ഫുഡ് നിങ്ങളൊപ്പം ഉണ്ടാവുന്നതാണ്. അവർക്ക് ധൈര്യം. നമുക്ക് പുറത്ത് സഹായം പലരുമുണ്ട്. ഫലമ്മ തറാഅൽ ജംആൻ, രണ്ട് സൈന്യം വേണ്ട ഒരുമിച്ച് കൂടിയപ്പോഴോ അവൻ പിന്മാറിപ്പോയി. ഓ പറഞ്ഞെന്താണ്? നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട്, ഞാനില്ല. അതെന്താ? മലക്കളുടെ ആഗമനം ഇബ്ലീസാണ് കണ്ടപ്പോ രംഗം വിട്ടു കൊടുത്തത്. അവിടെ മനുഷ്യരൂപത്തിൽ വന്നിട്ട് ഓഫർ ചെയ്തു സഹായിക്കാം. അതൊരു വ്യവസ്ഥയാണോ? അത് വെച്ചൊരു കാരണമാണോ? അത് വ്യവസ്ഥ ഇല്ലാതെയാണോ? അത് വെച്ച വ്യവസ്ഥയാണ് ബദറിൽ വന്നത്. അംർ ബിൻ ലുഹൈയാണ് മക്കയിൽ ആദ്യമായി തൽബിയത്ത് മാറ്റിയ ആള്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൽബിയത്താണ് നമ്മളൊക്കെ ചെയ്യുന്ന തൽബിയത്ത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്ന തൽബിയത്ത് ഇബ്രാഹിം നബിയുടെ തൽബിയത്താണ്. ആ തൽബിയത്ത് പിന്നീട് മക്കയിൽ മാറി. എങ്ങനെ മാറിയത്? അംർ ബിൻ ലുഹൈ എന്ന് പറയുന്ന കാരണവർ കഅബയെ തവാഫ് ചെയ്യാണ്. അന്ന് ഖുസാഅ ഗോത്രമാണ് കഅബയുടെ കൈകാര്യകർത്താക്കൾ. ആ ഖുസാഅയിലെ ഏറ്റവും വലിയ കാരണവരാണ് അംർ ബിൻ ലുഹൈ. ഈ അംർ എന്ന കച്ചവടാവശ്യാർത്ഥം പല രാജ്യത്തേക്കും യാത്ര പോലുണ്ട്. യമനിലേക്ക്, സിറിയയിലേക്കും ഒക്കെ കച്ചവടത്തിന് പോണ ആളാണ് അംർ. മക്കക്കാരുടെ എല്ലാവരുടെയും ഷെയർ വാങ്ങും, ഈത്തപ്പഴമായും അതേപോലെ മറ്റു പലതായൊക്കെ ഷെയർ വാങ്ങി ആ ഷെയറുമായി പല രാജ്യത്തേക്കും പോയി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കി വരുന്ന ആളാണ് അന്ന് അംർ. അംർ അവിടുത്തെ എല്ലാമാണ് ഒരു ഘട്ടത്തിൽ. ഈ അംർ കഅബയെ തവാഫ് ചെയ്യുമ്പോൾ ഒരു നല്ല പ്രായമുള്ള നല്ലൊരു പരിചയമില്ലാത്ത ഒരു കാരണവരുണ്ട് അംറിന്റെ അപ്പുറത്ത് ഇങ്ങനെ തവാഫ് ചെയ്യണം. അപ്പൊ ഇയാൾ അംറിന് പരിചയമില്ല, കണ്ട പരിചയമൊന്നുമില്ല. അംറിനെ തവാഫ് ചെയ്യാണ്, ഇയാളും ഒപ്പം ഇങ്ങനെ തവാഫിൽ പോകുന്നുണ്ട്. അംർ തവാഫ് ചെയ്തപ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്നാണ് ചൊല്ലുന്നത്. പക്ഷെ ഈ കാക്കാണ് തൽബിയത്ത് ചെറിയ വ്യത്യാസം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക് എന്നാണ് അയാൾ പറയുന്നത്. റബ്ബേ എനിക്ക് പങ്കുകാരില്ല, ഇല്ലാ ശരീകൻ ഒരു പങ്കുകാരൻ എനിക്കുണ്ട്, ഹുവ ലക അവൻ എനിക്കുണ്ട്, വേറെ പങ്കുകാരൊന്നുമില്ല. അപ്പൊ അംർ വെച്ച് എന്താ ചെല്ലണോ ചോദിച്ചു. അള്ളാഹ്ക്ക് പങ്കുകാരുണ്ടോ? എന്താ ഈ പറയണത് ചോദിച്ചു. അപ്പൊ ഇയാളെ പറഞ്ഞു തംലിക്കുഹു വമാ മലക് വലാ ബഅസ ബിദാലിക്. സ്വയം കഴിവില്ല, അയാൾക്ക് സ്വന്തമായി ഒന്നുമില്ല, അല്ലാഹ് കൊടുത്ത കഴിവേ ഉള്ളൂ, അതിന് കുഴപ്പമില്ലല്ലോ ചോദിച്ചു. അപ്പൊ അംർ കൊടുത്ത കഴിവുള്ളൂ, എന്നാ കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പമില്ല സമ്മതിച്ചു ചോദിച്ചു. ആ സമ്മതിച്ചോളൂ, എന്നാ നിങ്ങളും ചൊല്ലിക്കൂടെ അങ്ങനെയാണ്. അപ്പൊ അംർ തൽബിയത്ത് മാറ്റി. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികു വമാ മലക എന്ന് അംർ ചൊല്ലി. അംർ ചൊല്ലിയപ്പോഴോ നാട്ടിലൊക്കെ മാറ്റി. അവിടുത്തെ എല്ലാം അംറാണ്. അംർ തൽബിയത്ത് മാറ്റി, അപ്പൊ നാട്ടുകാരും മാറ്റി. പിന്നെ തലമുറകൾ പിന്നിട്ട്, നൂറ്റാണ്ടുകൾ പിന്നിട്ട് ആ പിഴച്ച തൽബിയത്ത അവിടെ ചൊല്ലിപ്പോകുന്നത്. നബിതങ്ങൾ മക്കയിൽ വരുന്ന കാലത്ത് ഈ തൽബിയത്ത് അവിടെ ഉള്ളത്. ഇല്ലാ ശരീകൻ എന്ന് പറയുന്ന മുമ്പ് ഒരു പറയും ലാ ശരീക ലക്. അപ്പൊ നബി പറയും അവിടെ നിർത്തി, ബാക്കി പറയില്ല. പക്ഷെ ഒരു ബാക്കി പറയും. ഈ ഒപ്പം പോയ ആള് ഇബ്ലീസ് എന്ന് പറഞ്ഞു. ഈ ഒപ്പം തവാഫ് ചെയ്ത ആള് ഇബ്ലീസ് ആയിരുന്നു. അപ്പൊ ആ ഒറ്റ ചെയ്തുകൊണ്ട് നൂറ്റാണ്ടുകൾ മനുഷ്യന്മാർ ശിർക്കിലേക്കാണ് പോയി. അപ്പൊ അതൊരു സിസ്റ്റമാണോ, വ്യവസ്ഥയാണോ? അങ്ങനെ വ്യവസ്ഥ ഉണ്ടോ? അങ്ങനെ വ്യവസ്ഥ ഉണ്ട്. അതിന് വ്യവസ്ഥ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത്തരം ഇടപെടലുകൾ നടത്താൻ അല്ലാഹ് വെച്ചോട്ട സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റപ്രകാരം അവൻ കാണുകയും കേൾക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന മേഖല ഉണ്ടാവും, അതും ചെയ്യും. അല്ല വിളിച്ചാൽ വിളി കെട്ടുത്തം ചെയ്യാൻ കഴിവുണ്ടോ ചോദിച്ചാൽ അങ്ങനെ കഴിവിടെ ആർക്കില്ല. ഒരു അല്ലാഹ് കൊടുത്ത കഴിവെന്താണോ, കാഴ്ച എന്താണോ, അറിവെന്താണോ, കഴിവെന്താണോ അതാർക്കും ഉപയോഗിക്കാം. അത് തടസ്സം വന്നാലോ അത് അവസാനിച്ചു. ആ തടസ്സമാണ് മരണം. മരിച്ചാലോ അത് കഴിഞ്ഞു, പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. ഇതാണ് ഇതിലുള്ളത്. മറ്റൊക്കെ വെറുതെ ചില കുരുട്ട് ന്യായങ്ങൾ പറഞ്ഞ്
വിശ്വാസാക്കൽ മാത്രമാണ് അവിടെ. നമ്മളെ സംബന്ധിച്ച് ഒറ്റതേയുള്ളൂ. ഏറ്റവും കാര്യത്തിൽ വിശ്വസിച്ചാൽ വ്യവസ്ഥകൾക്ക് അതീതമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഒരു പടപ്പിനുമില്ല, ഔലിയാക്കന്മാർക്കില്ല, അമ്പിയാക്കന്മാർക്കില്ല, മലക്കിനുമില്ല, ജിന്നിനുമില്ല, ആർക്കുമില്ല. ഏത് സൃഷ്ടിക്കും അല്ല വെച്ച സിസ്റ്റം എന്താണോ ആ സിസ്റ്റം പ്രകാരം ഒരു ജീവിക്കുന്നു. ആ സിസ്റ്റങ്ങൾക്ക് അതീതമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് തൗഹീദിന്റെ ബേസ്. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അവ്യക്തതക്കും ആവശ്യമില്ല. അല്ലാഹു അഅലം.